ഹലോ, ഇന്നേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാംഗോ പുഡിങ്ങാണ്. മാംഗോ ക്രീമി പുഡിങ്. വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. ആദ്യം ഒരു ബൗളിൽ ഒരു കപ്പ് പാല്, പിന്നെ ഒരു 6 സ്ലൈസ് ബ്രെഡ്, കണ്ടൻസ്ഡ് മിൽക്ക്, വിപ്പിംഗ് ക്രീം. ആദ്യം 2 ടീസ്പൂണ് മാംഗോ പ്യൂരി ഈ മിൽക്ക് പാലിൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 4 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് അതിൽ ഒഴിക്കുക. 2 ടീസ്പൂൺ വിപ്പിംഗ് ക്രീമും അതിൽ മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി അതൊന്ന് എഗ് ബീറ്റർ വെച്ചിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക. ഇനി വേറൊരു ബൗളിൽ ഒരു 250 ml ആണ് ആ വിപ്പിംഗ് ക്രീം ഉള്ളത്. അതിൽ ബാലൻസ് ഒരു ബൗളിൽ ഒഴിക്കുക. അതിലൊരു 5-6 ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്യുക. ഇനി ബാലൻസ് വന്നിട്ടുള്ള മാംഗോ പ്യൂരിയും കൂടെ അതിൽ മിക്സ് ചെയ്യുക. ഇനി അതൊരു ബീറ്റർ വെച്ചിട്ട് അടിച്ച് നല്ല തിക്ക് ക്രീമാക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഡിഷ് എടുത്തിട്ട് അതിൽ ബ്രെഡ് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ 3 സ്ലൈസ് ബ്രെഡ്, മൊത്തം 6 സ്ലൈസ് ബ്രെഡാണ് വേണ്ടത്. 3 ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ ക്രീം, മിൽക്ക് മിക്സ് ആദ്യം ഇതിന് മുകളിൽ ഒഴിച്ചിട്ട് ഈ ബ്രെഡൊക്കെ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടാണ് അത് ഫുള്ളായിട്ട് ഒഴിക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ടാമത് മിക്സ് ചെയ്ത ഹെവി ക്രീം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് മാംഗോ സ്ലൈസ്, നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മാങ്ങയുടെ പീസുകൾ അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുക. പിസ്ത ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാം. നമുക്ക് മറ്റേ അണ്ടിപ്പരിപ്പോ ബദാമോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ബാലൻസ് വരുന്ന 3 പീസ് സ്ലൈസും കൂടി വെച്ചിട്ട് വീണ്ടും ആ പാലിൻ്റെ മിക്സ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ആ ഹെവി ക്രീം ബാലൻസ് ഉള്ളത് കംപ്ലീറ്റ് അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്യും. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മാങ്ങ പീസുകൾ വിതറി കൊടുക്കുക. ഇനി കുറച്ച് ബദാമോ അല്ലെങ്കിൽ ഈ പിസ്ത, അണ്ടിപ്പരിപ്പ് എന്തെങ്കിലും നട്ട്സ് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അതിൻ്റെ പരിപാടി കഴിഞ്ഞു, പുഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അതൊന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക.